അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. റംസാനിലെ ചന്ദ്രികയോ അറബിപ്പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ്. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ്. ഹായ്, അസ്സാം വലൈക്കും. അനീസ് സ്കൂളിയോണ്ടാണ് ചങ്ങായിമാരെ. അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ള മലപ്പുറത്താട്ടോ. മലപ്പുറത്ത് എന്താണെന്നല്ലേ ചങ്ങായിമാരെ കാണിച്ചു തരാം. മലപ്പുറത്ത് എന്താണെന്നല്ലേ, നമ്മളിന്ന് പോകുന്നത് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാനാട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് മലപ്പുറത്തെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിൻ്റെ തൊട്ട് താഴെ ഒരു ബോൺഫയർ എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്, ഒരു ഹോട്ടലിൻ്റെ ബോർഡ്. അപ്പോൾ ഒന്ന് നോക്കിയില്ല, ഈ ബോൺഫയറിൽ നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആട്ടോ വെൽക്കം ചെയ്യുന്നത്. അതിനോട്ട് കയറി ഇരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു എസിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നങ്ങോട്ട് കുളിർത്ത് നിൽക്കുന്ന ടൈം തന്നെ നമ്മുടെ ബിരിയാണീൻ്റെ പ്ലേറ്റ് വന്നു. അതിക്ക് കുറച്ച് സലാഡും വന്നു, കുറച്ച് അച്ചാറും വന്നു കേട്ടോ. ഇതുപോലൊരു ട്രിക്കാണ്. ആദ്യം വന്നിട്ട് ഒരു സലാഡും വരും, കുറച്ച് അച്ചാറും വരും. ആ നാവിൻ്റെ തരിപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അത് മാറ്റുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി എത്തിയിട്ടോ. നല്ല പപ്പടം മുറിവിലിട്ട് നല്ല അടിപൊളി ഒരു ബിരിയാണി. സാധാരണ ബിരിയാണിക്ക് പപ്പടം പതിവില്ല, പക്ഷേ ഇവിടെ പപ്പടമാണ് ബെസ്റ്റ്. അപ്പോൾ പപ്പട ബിരിയാണി വന്നു. നേരെ കുറച്ച് സലാഡും അതുമാതിരി തന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ അച്ചാറുണ്ട് കേട്ടോ, നല്ല പാവക്ക അച്ചാർ. ആ അച്ചാർ ഇങ്ങനെ തട്ടിയിട്ട് ഒന്നങ്ങോട്ട് വായിലിട്ട് വെച്ച് നോക്കിയത് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് പറയേണ്ട തന്നെ. അങ്ങനെ ഇതാണ് നമ്മുടെ ബിരിയാണി. പപ്പടം ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് നിറച്ച് അത്യാവശ്യം നല്ലൊരു ബിരിയാണി ഉണ്ട് കേട്ടോ. നല്ല കാച്ചാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്ക് മുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോൾ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. ഫ്രൈഡ് റൈസ് ഒത്തില്ലല്ലോ, ഉടനെ എത്തിക്കാം സാർ. പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി. இந்த கோழியை பார்த்தாலே தெரியும், நல்ல டேஸ்ட் இருக்கும். கேரளா கோழி ரொம்ப பிரமாதம் ஜாண்டி. അപ്പോൾ മക്കളെ, ബോൺഫയറിൻ്റെ ബിരിയാണി വേറെ ലെവലാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണേ. ഈ വഴി വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പപ്പടവും അതിൽ നിന്നൊരു പീസും, ഒരു പീസ് സോഫ്റ്റ് ആയിട്ട് ചെറിയ പീസ് എടുക്കാൻ പറ്റുള്ളൂ, മറ്റേ കടിച്ച് വലിക്കാനുള്ളതാണ്. കുറച്ച് സലാഡും കുറച്ച് അച്ചാറും അതും കൂടി ഒന്ന് പിടിച്ച് കുറച്ചുകൂടി റൈസ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് പിടിച്ചു നോക്കാം. വാവ് മക്കളെ, വേറെ ലെവലാട്ടോ. ഇനി അതിലേക്ക് അതിൻ്റെ ഒരു വാവ്, അതാണ് ഒരു റൈസ് പിടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ലെഗ് പീസ് പറഞ്ഞിട്ട് ആ ലെഗ് പീസ് ഒന്ന് കടിച്ച് വലിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് കിട്ടുക. അതാണ് ബോൺഫയർ ബിരിയാണി. കണ്ടില്ലെങ്കിൽ വാശിയൊന്നും വേണ്ട കേട്ടോ, എടുത്തുകൊണ്ട് വെച്ചാൽ മതി. ആ രൂപത്തിൽ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്, നാക്കി വടിച്ചിട്ടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ അച്ചാറിൻ്റെ പാത്രം നോക്കേ വേണ്ട കേട്ടോ. എല്ല് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നല്ല എല്ല് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് എടുത്തിട്ട് വല്ല പൂച്ചക്ക ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ബോൺഫയർ ബിരിയാണി. If you want to feel yourself, then start traveling. Travel பண்ண என்ன கிடைக்கும்? நீ ஹர்ட் ஆகிற எல்லா விஷயத்தையும் உன்னால மறந்துட முடியும் travel பண்ணும்போது. இன்னும் travel பண்ண ஸ்டார்ட் பண்ணலனா then you have to start traveling. அழிஞ்சு போச்சு உலகம், பொய்யனு தெரிஞ்சும் ரசிக்கும், உண்மையை மறைச்சி பொழைக்கும் ஒரு லைஃப் தாண்டா உனக்கும். அழிஞ்சு போச்சு உலகம். അപ്പോൾ ചങ്ങായിമാരെ, നമ്മളിപ്പോൾ ഒരു മലയുടെ ചോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ മല ഏതാന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ നറുകരയിൽ നേരെ മലപ്പുറത്ത് നിന്ന് ബോൺഫയറിൻ്റെ ബിരിയാണി കഴിച്ചിട്ട് നേരെ വന്ന് നമ്മുടെ നറുകര വുമൻസ് കോളേജിൻ്റെ തൊട്ടു ബാക്കിൽ യൂണിറ്റി ഹിൽസ് എന്ന് അറിയപ്പെടുന്ന പുൽപ്പറ്റ മല ഉണ്ട് കേട്ടോ. ആ മലൻ്റെ നൊറുവിൽ പോയിട്ട് സൂര്യേട്ട എങ്ങനെ വീട്ടിലേക്ക് പോകണമെന്ന് കാണാൻ വേണ്ടി വന്ന കണ്ടില്ല നിങ്ങൾ. അതിൻ്റെ മണ്ടക്ക് വലിഞ്ഞ് കയറും. തീർച്ചയായിട്ടും നല്ല സൺസെറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല, അടിപൊളി വീഡിയോ ആണ് ഇത്. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. തീർച്ചയായും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വന്ന് ട്രെക്ക് ചെയ്യണം. അതിൻ്റെ മണ്ടക്ക് കയറിയിട്ട് ഒന്ന് ഉറക്കെ കൂവണം മക്കളെ. പേര് കാണിച്ചു തരാം. അതിൻ്റെ മണ്ടക്ക് കയറിയിട്ട് അതിൻ്റെ നൊറുവിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഒരു 1.5 കയറ്റമാണ്, ചെകുത്തായ കയറ്റമാണ്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കട്ടോ. ഇതിൻ്റെ പകുതി എത്തിയപ്പോൾ പിന്നെ ഊപ്പാട് ഇളകി മക്കളെ. ഇനിയുണ്ട് എത്രയോ.
കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ മണ്ടക്ക് വലിഞ്ഞ് കയറണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എനർജിയും ഒരു ചെറിയ പിരാന്തുമാണ് കേട്ടോ. ആ പിരാന്താണ് ഞങ്ങളുടെ വൈബ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഇതിൻ്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് കാണാം. ആ പിരാന്തൊരു വൈബാക്കിയിട്ട് ഞങ്ങൾ കയറാണ്. കണ്ടില്ല നിങ്ങൾ? കയറി വരുമ്പോൾ തന്നെ സൂര്യേട്ടൻ നമ്മളെ കൊതിപ്പിക്കണ ഒരു നോട്ടം നോക്കുന്നുണ്ട്. കണ്ടില്ല നിങ്ങൾ? ഓൻ്റെ ആ പൂർണ്ണത, ഓൻ എങ്ങനെ വീട്ടിലേക്ക് പോകണമെന്നില്ല ആ ഒരു പക്ക വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയത്. കണ്ടില്ല നിങ്ങൾ? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാട്ടോ മക്കളെ. എന്നാലും നമ്മൾ തളരൂല, നമ്മൾ മുന്നോട്ട് തന്നെ. അങ്ങനെ ഈ ഒരു കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ ട്രെക്കിങ് അതൊരു മുതലാണ് മക്കളെ, വൈബാണ്. ഇതിന് മണ്ടക്ക് വലിഞ്ഞു കയറാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ആ റിസ്ക് ഒരു വൈബാക്കി എടുത്തിട്ട് നിങ്ങളിത് എന്തായാലും ഈ ബൈക്ക് വരണം കേട്ടോ. സ്കൂളുകാരനാണ്. അപ്പോൾ ഞാനിന്നുള്ള പുൽപ്പറ്റ മലയിലാട്ടോ. പുൽപ്പറ്റ മലയുടെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നില്ല ഒറ്റ ഉദ്ദേശം കൊണ്ട് ഇത്ര റിസ്ക് എടുത്ത് കയറി വന്നാണ്. എന്താ പറയുക, മഞ്ചേരി പുൽപ്പറ്റയിൽ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം ഉണ്ടെന്നില്ല എൻ്റെ സുഹൃത്ത് ഇന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ ടൈം എടുത്ത് പോകുന്ന കേട്ടോ, വണ്ടി എടുത്ത് പോകുന്നതാണ്. കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച? ഈ കാണുന്നതൊക്കെ ദൈവതമ്പുരാൻ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്, നമുക്ക് തന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളും സൺസെറ്റ് സൺറൈസൊക്കെ കണ്ട് മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ. ഞാൻ സ്വർഗത്തിലുണ്ട്. അപ്പോളേ ഭൂമിയിൽ സ്വർഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇതന്നെ പറയട്ടോ. 2ാം സ്ഥാനം 3ാം സ്ഥാനം ഒന്നല്ല, ഭൂമിയിൽ സ്വർഗത്തിൽ ഒരു സ്ഥാനം ഇതിനും കൊടുത്തോളൂ നിങ്ങൾ. ഒരിക്കലും മിസ്സാക്കിയത് അതിനുള്ള മുതലുണ്ട്. നമ്മുടെ മഞ്ചേരി ആട്ടത് നോക്കിയേ. ആ കാണുന്ന ഭാഗങ്ങളില്ലേ, ആ കാണുന്ന ചിറ്റോറും മലനിരകളിലെ അതിൻ്റെ നടുവിലല്ല ഇപ്പോൾ സൂര്യേട്ടം. രാവിലെ 6 മണിക്ക് ഇതിൻ്റെ മണ്ടക്ക് എത്തുകയാണെങ്കിൽ ആ സ്ഥലം പോയിട്ട് തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. നല്ല കോടമഞ്ഞൊക്കെ കൂടി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് രാവിലെ വരികയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ രാവിലെ 6 മണിക്കും വരാം, വൈകിട്ട് 6 മണിക്കും വരാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എടുക്കുന്നത് കുറച്ചും കൂടെ പോകണം കേട്ടോ. നമുക്ക് അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. എടാ, നമ്മുടെ ലൈഫിൽ എനിക്ക് തോന്നിയില്ലെന്നറിയോ, ഒരുപാട് പൈസ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടൊന്നും ഒരു തേങ്ങാക്കൊലം സംഭവിക്കാൻ പോകുന്നില്ല. കുറെ നല്ല മെമ്മറീസ് അല്ലേ, നല്ല മൊമെന്റ്സ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറെ നല്ല മെമ്മറീസ് മാത്രം മതി ലൈഫിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നല്ല രീതിയിൽ നല്ല മൊമെന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മനഃപൂർവ്വമാണെങ്കിലും ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ചെങ്ങന്മാരെ നമ്മുടെ യൂണിറ്റി ഹിൽസ് ആട്ടോ ഈ സ്ഥലത്തും കിടക്കുന്നത്. ഇങ്ങോട്ടുള്ള വഴി ഇനി ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ നേരെ ഗൂഗിളാണ് എടുക്കുക. ഗൂഗിളാണ് എടുത്തിട്ട് യൂണിറ്റി ഹിൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണങ്ങൾക്ക് ഇവിടുത്തെ അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോട്ടോസ് കേട്ടോ. ഗൂഗിൾ വരെ ഏറ്റെടുത്തിക്കണ ചെങ്ങന്മാരെ നമ്മുടെ മഞ്ചേരി നാറുകരയിൽ യൂണിറ്റി വുമൻസ് കോളേജ് അറിയാത്തോലും അറിയില്ലല്ലോ, അതിൻ്റെ തൊട്ടു ബാക്കിൽ തന്നെയാണ് ഈ ഒരു പുൽപ്പറ്റമല എന്ന് ലോക്കൽ ഭാഷയിലും അതേമാതിരി കുറച്ചുമാടെ സ്റ്റാൻഡേർഡ് കൂട്ടിയാൽ യൂണിറ്റി വുമൻസ് ഹിൽസ് ഒന്നും കാണാം കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചോളി, ഗൂഗിളിൽ അടിച്ചു നോക്കുക, ആ മാപ്പ് അങ്ങോട്ട് ഇടുക, ഇങ്ങോട്ട് പോരട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് നിങ്ങളിവിടെ എത്തുകയാണെങ്കിൽ നല്ല അടിപൊളി കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാം. എന്നാലോ വൈകിട്ട് ഒരു 6 മണിക്ക് ഇതിൻ്റെ മണ്ടക്ക് എത്തുകയാണെങ്കിലോ നമ്മുടെ സൂര്യേട്ടന് നമസ്കാരമൊക്കെ ചെയ്തിട്ട് മൂപ്പര് വീട്ടിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. കാണുന്ന മുഴുവൻ നമ്മുടെ ഏകദേശം നമ്മുടെ മഞ്ചേരി ഫുള്ളാട്ടോ. നോക്കി ഞങ്ങള്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എത്രത്തോളം ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നില്ലേ? ആ കാണുന്ന സൂര്യേട്ടല്ലേ, ആ ചെങ്ങായിൻ്റെ ആ ചെങ്ങായി വീട്ടിലേക്ക് മടങ്ങണ കാണാൻ വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കണ്ടില്ല ഞങ്ങളെ? ഒരു ഉളുപ്പൂസറും മാനും പുളിയില്ലാതെ നിൽക്കണം. ഓൻ പോയിട്ട് വേണം ഞങ്ങൾക്ക് താഴത്തോക്ക് ഇറങ്ങാം. അപ്പോൾ ഓനെ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകണമെന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതേ മലയുടെ അടിപൊളി വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര റിസ്ക് എടുത്ത് വന്നാണ് മക്കളെ. മാക്സിമം ഷെയർ ചെയ്ത് തട്ടിയാൽ മാത്രം പോരെ, നിങ്ങളും വന്ന് ട്രെക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞങ്ങൾ ചെയ്തതിനൊരു കാര്യത്തിൽപ്പെടും. ഓക്കെ, കണ്ട കാടും മേടും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി.
മക്കളെ ഏകദേശം 10-15 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരു ഉപകാരത്തിൽപ്പെട്ടിട്ട് അറിയാത്തവർക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇതൊരു വൈറൽ മലയാക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഈ ഭംഗി എന്ന് പറയുന്നത് കാണുന്നവൻ്റെ കണ്ണിലാണ്. ഒരു പുൽനാമ്പ് പോലും കിളിർക്കാത്ത മരുഭൂമിക്ക് എത്ര ഭംഗിയാണ്. കട്ടനടിക്കാനുള്ള പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, എന്നാൽ ഹിമാലയത്തിൽ പോയി കട്ടനടിച്ചേക്കാമെന്ന് പറയുന്ന ചങ്ങായിമാരുള്ളപ്പോൾ നമ്മളെങ്ങനെ നന്നാവാനാണല്ലേ. അതാണ് ആ ചങ്ങായിമാരെയും കൂട്ടിയിട്ട് നമുക്കൊരു ട്രെക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ മഞ്ചേരി യൂണിറ്റി ഹിൽസ് കേട്ടോ. നാട്ടുകാരും വീട്ടുകാരൊക്കെ നമ്മളെ പല പേരിലും വിളിക്കും. ഊര് തെണ്ടിയെന്നോ തെണ്ടി നടക്കുന്നവരെന്നോ അങ്ങനെ പല ഓമന പേരിലും നമുക്ക് ചാർത്തി തരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ട്രാവലിംഗ് യാത്ര എന്നുള്ള അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ദൈവതമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഉള്ള ടൈം കണ്ടെത്തി ആ ഒരു കാഴ്ച നമ്മൾ മനസ്സിലേക്ക് പകർത്തിയാൽ നമ്മുടെ ലൈഫ് പിന്നെ കളറാ മക്കളെ. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്നാത്മാവിലാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലരിയുന്നതേ. പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ആദം നീ ആപ്പിള് തിന്നണ്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിള് തിന്നില്ലാന്ന്. ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മള് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത. നത്തിങ് ഈസ് ഇമ്പോസിബിള്. നമുക്കൊരു ടൈം ഉണ്ട്. അതെ, നമുക്കൊരു ടൈമുണ്ട്. പക്ഷെ ആ ടൈം ഒരിക്കലും നമ്മളെ കാത്തിരിക്കില്ല. നമ്മൾ ആ ടൈമിനെ തേടി പോകണം കേട്ടോ. ഉള്ള ടൈമിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴത്തെ ആരാന്നോ, നമ്മുടെ ചങ്ക് ബ്രോ സൊഫ്വാന്. അപ്പോൾ സൊഫ്വാൻ്റെ തലയിൽ മണ്ടക്ക് ഉദിച്ച സംഗതി ആട്ടെ ഈ മണ്ടക്ക് കയറാന്നുള്ളത്. അതിന് മണ്ടക്ക് വലിഞ്ഞേറി അതൊരു വൈബായിട്ട് എടുത്ത് ഇനി ഇതിൻ്റെ താഴത്തേക്ക് വലിഞ്ഞിറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്ത് ഒരു പാളൊക്കെ കിട്ടി ഇങ്ങനെ കിഴിഞ്ഞിറങ്ങിയതിനോ കേട്ട്. അപ്പോൾ ആ വൈബൊക്കെ പോവാണ്. എന്നിരുന്നാലും പോയല്ലേ തീരൂ. അപ്പോൾ അടിപൊളിയാണ്. ട്രെക്ക് ചെയ്തതിനുള്ള എന്താ പറയുക 100% വ്യൂ പോയിൻ്റാണ് കേട്ടോ. അപ്പോളേ നല്ല അടിപൊളി സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ മര്യാദയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ മൂന്തിയും കുത്തി പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. മൂന്തേൻ്റെ ഷേപ്പാണ് മാറും. കാരണം അത്രയും ചെകുത്തനായിട്ട് നിൽക്കുന്നത് നല്ല വൈക്കലുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിപ്പാവുന്ന ചെരുപ്പ് കാര്യങ്ങളൊന്നും ഇട്ട് വരണ്ട. നല്ലൊരു ട്രക്കിംഗ് ഷൂവോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം ട്രെക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരേണ്ട ടൈം ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ട് ഒരു 6 മണിക്ക് മുന്നായിട്ട് ഇതിൻ്റെ മണ്ടക്ക് നമ്മൾ വലിഞ്ഞ് കയറി അവിടെ എത്തണം. നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. ഇനി രാവിലെ വരുവാണെങ്കിൽ തന്നെ ഒരു 6-6:30 ഇതിൻ്റെ മണ്ടക്ക് എത്തണം കേട്ടോ. മണ്ടക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. പിന്നെ ഇതിൻ്റെ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞത് യൂണിറ്റി വുമൻസ് കോളേജില്ലേ, ആ നെറുകരന്ന് യൂണിറ്റി വുമൻസ് കോളേജിൻ്റെ റോഡിന് അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ യൂണിറ്റി വുമൻസ് കോളേജ് കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റിക്ക് ചെറിയൊരു ഷോർട്ട് കട്ട് കാണാം. ആ ഷോർട്ട് കട്ട് ആണ് ഒരനക്കം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ഷോർട്ട് കട്ടിലാണ് ഈ ഒരു മലയുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക് മണ്ടക്ക് ട്രെക്ക് ചെയ്യാൻ കേട്ടോ. നല്ല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. അത്രയും നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റൊക്കെ അവിടെ തന്നെ ഉണ്ട്. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ ഇതാണ് യൂണിറ്റി. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇതാണ് യൂണിറ്റി വുമൻസ് കോളേജ്. ഇത് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പോൾ നറുകരന്ന് ഈ യൂണിറ്റി വുമൻസ് കോളേജ് ലക്ഷ്യം വെച്ച് നീങ്ങി അത് കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ചെറിയൊരു ഷോർട്ട് കട്ടാണ്. അവിടെയാണ് കേട്ടോ ഈ ഒരു പുൽപ്പറ്റ മലയുള്ളത്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ നമ്മളെ പുതിയ വീഡിയോസ് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ഷോർട്ട്